എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആൻസിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനാണ് ഗ്രേസിയമ്മയും മാമച്ചാനും ഒക്കെ ശ്രമിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഷെറിന് ഇതിനു മുമ്പ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഭ്രാന്ത് അതല്ലാതെ എന്താ എന്ന് ചോദിക്കും. അന്നേരം ഭ്രാന്തോ അതെന്താ പെട്ടെന്ന് ഇങ്ങനെയായി പോയത് എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും അറിയത്തില്ല എന്ന് പറയും. എന്നിട്ട് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, ഷെറിൻ്റെ വിവാഹം കഴിഞ്ഞായിരുന്നോ, ഷെറിന് ഒരു കുട്ടി ഉണ്ടായിരുന്നോ, എൻ്റെ കുട്ടിയെ കൊന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു, നിങ്ങളല്ലേ എടുത്തുകൊണ്ട് പോയത് എന്ന് ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി, എന്താ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ആൻസി പറയുന്നുണ്ട്, ഷെറിൻ്റെ വിവാഹം കഴിഞ്ഞായിരുന്നു, 2 വർഷം മുമ്പാണ്, കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു അവൾ. പിന്നെ ഇവിടെ അപ്പച്ചനും ആങ്ങളമാരും എല്ലാം കൂടെ പറഞ്ഞ് ഒരുവിധം അവളുടെ മനസ്സൊന്ന് മാറ്റി, പിന്നെ കുറേ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. അങ്ങനെ വിവാഹം കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് അവരുടെ കുടുംബജീവിതം 1 വർഷം മുന്നോട്ട് പോയത്. കുവൈറ്റിലുള്ള ആളായിരുന്നു ചെറുക്കൻ. അവർ സന്തോഷത്തോടെയാണ് 1 വർഷം കഴിഞ്ഞത്. പക്ഷേ 1 വർഷത്തിന് ശേഷം ആകെ എല്ലാം തകിടം മറിഞ്ഞു, അവളുടെ മനസ്സ് മാറി, ഭ്രാന്തായി, അയാൾ ഇവിടെ കൊണ്ട് വിട്ടിട്ടും പോയി എന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, അങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് എന്ന്. അന്നേരം ആൻസി പറയുന്നുണ്ട്, വിവാഹത്തിന് മുമ്പേ കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തായിരുന്നു ഷെറിന്, അതൊന്നും വീട്ടുകാർ സാധിച്ചു കൊടുത്തില്ല. അന്നേരം മനപ്രയാസം കയറി അങ്ങനെ ഇതൊക്കെ സംഭവിച്ചതാണ്. പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് അയാൾ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയി, ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി, അയ്യോ ഉപേക്ഷിച്ചിട്ട് പോയോ എന്ന് ചോദിക്കുമ്പം അയാളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയേ ചെയ്യുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല, കൊണ്ട് വിട്ടിട്ട് പോയപ്പം നിങ്ങൾ എന്നെ ചതിച്ചൂലേ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് വിട്ടിട്ട് പോയത് എന്ന് പറയുമ്പം, ചതിയോ, അത് എന്ത് ചതിയാ എന്ന് ചോദിക്കുവാണ് രേവതിക്കുട്ടി. അന്നേരം ഞാൻ എന്ത് പറയാനാ, അങ്ങനെ പറയാനാണെങ്കിൽ ഒരു ദിവസം മൊത്തം ഇരുന്ന് പറഞ്ഞാലും തീരില്ല, അതുപോലെയുണ്ട് കഥകൾ എന്ന് പറയുന്നുണ്ട്. അന്നേരം വീണ്ടും ഇവർക്ക് സംശയമല്ലേ. അന്നേരം പിന്നെയും ചോദിക്കുന്നുണ്ട്, ഷെറിൻ ചേച്ചിക്ക് കുഞ്ഞുണ്ടായായിരുന്നോ എന്ന്. അന്നേരം അങ്ങനെയൊന്നും ഇല്ലെന്നേ, ആകെ അവളുടെ മനസ്സിൻ്റെ താളം തെറ്റിയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുവാണ്. വിട്ടൊന്നും പറയുന്നില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും, കുറേ സംഭവങ്ങൾ നടന്നു, അത് പറഞ്ഞാൽ തീരില്ല, അതുപോലത്തെ കഥയാണ് എന്നൊക്കെ പറയുവാണ് ആൻസി. അന്നേക്കും ആൻസിക്കൊരു ഫോൺ കോൾ വരുന്നു. ഫോൺ എടുത്ത് കഴിയുമ്പം ആങ്ങളെയാണ് വിളിക്കുന്നത്, റോബിച്ചനാണ് വിളിക്കുന്നത്. ഷെറിനെ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഒരു ദിവസം അവിടെ കിടത്തണം എന്നാണ് പറഞ്ഞത്. അന്നേരം ആൻസിയും കൂടെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ആ കാര്യം ഇവരോട് പറയുവാണ്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്ന്. അന്നേരം ആൻസി പറയുന്നുണ്ട്, കേട്ടോ നിങ്ങൾ വന്ന സമയം ശരിയായില്ല, വേറൊരു ദിവസം വാട്ടോ, നിങ്ങളേതായാലും റോബിച്ചനും ആൽബിച്ചനും ഒക്കെ തിരിച്ചറിഞ്ഞല്ലോ, അവർക്ക് എന്തൊക്കെയോ ഇഷ്ടക്കേടുകളുണ്ടെന്നും എനിക്ക് മനസ്സിലായി, അതെന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, അതിന് വേറെ കാര്യമൊന്നുമില്ല, ഷെറിനെ വിവാഹം ആലോചിച്ചിരുന്നത് എൻ്റെ മകനായിരുന്നു, ആ വിവാഹം നടന്നില്ല എന്ന് പറയും. മരിച്ചുപോയ കാര്യമൊന്നും അന്നേരം പറയുന്നില്ല. അന്നേരം അതാണോ കാര്യമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും പിന്നീട് ഒരു ദിവസം വരാൻ പറയുന്നു. അവരവിടെ നിന്ന് ഇറങ്ങുമ്പം ആൻസി പറയുന്നുണ്ട്, വല്യപ്പച്ചനുള്ളപ്പം വാട്ടോ, എങ്കിലേ എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റത്തുള്ളൂ, അതിനെ മറുപടി കിട്ടത്തുള്ളൂ. ആൽബിച്ചനും റോബിച്ചനും ഒക്കെ ഭയങ്കര ദേഷ്യക്കാരാണ്, അതുകൊണ്ട് അതൊന്നും സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇറങ്ങുന്നതിന് മുമ്പ് പയ്യെ രേവതിക്കുട്ടി ആൻസിയുടെ നമ്പർ മേടിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഫോൺ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ മടിച്ച് നിൽക്കുക ആൻസി. അന്നേരം രേവതിക്കുട്ടി പറയും, ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ ചേച്ചി ഞങ്ങളോട് പെരുമാറിയത്, ഞങ്ങളോട് ഇത്തിരി ഇഷ്ടത്തോടെ പെരുമാറിയത് ചേച്ചിയല്ല, അതുകൊണ്ടാണ് വല്ലപ്പോഴും വിളിക്കാൻ വേണ്ടിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൻസിയുടെ മനസ്സങ്ങ് മാറുന്നു. നമ്പർ കൊടുക്കുവാണ്. എന്നിട്ട് യാത്ര പറഞ്ഞ് അവർ അവിടുന്ന് ഇറങ്ങി പോരുവാണ്. പിന്നീട് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രന് മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട ഒരവസ്ഥയിലാണ്, ആകെ തളർന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വന്ന് വണ്ടിയിലേക്ക് ബാഗ് വെക്കുന്നു. അത് കഴിഞ്ഞ് വണ്ടിക്ക് സീറ്റിലേക്ക് കയറിയിരിക്കുന്നതിന് മുമ്പ് കുറേ നേരം ആലോചിച്ച് ഇങ്ങനെ തളർന്ന് നിൽക്കുന്നുണ്ട്. മനസ്സെന്ത് എത്തുന്നിടത്തേക്ക് ശരീരം എത്തുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥ. വണ്ടിയിൽ കയറി കുറേ നേരം ആലോചിച്ചിരിക്കും. എന്നിട്ട് വണ്ടിയുടെ ഡോറ് പോലും അടയ്ക്കാതെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നത്. അന്നേരമാണ് ഡോർ അടച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അങ്ങനെ ഡോർ അടയ്ക്കുന്നു. വണ്ടി മുന്നോട്ട് എടുത്തതിന് ശേഷവും പിന്നെ അവിടെ നിർത്തി തിരിഞ്ഞു വീട്ടിലേക്കൊക്കെ നോക്കി പിന്നെ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ തളർന്നിരിക്കുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ബാലേന്ദ്രൻ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. വൈജയന്തി ചെയ്ത ആ ചതി ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ബാലേന്ദ്രന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസിയമ്മയും മാമച്ചായനും ഒക്കെയാണ്. അവർ വണ്ടിയിൽ പോരുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, വെറുതെ ഒരു യാത്രയായി, യാതൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ടയറും തേഞ്ഞു, പെട്രോൾ ടാങ്കിൻ്റെ ഭാരവും കുറഞ്ഞു, അതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, നമുക്ക് ഷെറിൻ ചേച്ചിയെ കാണാൻ പറ്റിയില്ലേ, അതുപോലെ എന്ന് ചോദിക്കുമ്പം, അവളെ ഈ അവസ്ഥയെ കാണാതിരിക്കുന്നതായിരുന്നു നല്ലത്, ആ പെങ്കൊച്ചിന് ഒരു കുഴപ്പമില്ലായിരുന്നു, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഭ്രാന്തായി പോയത് എന്നറിയില്ലല്ലോ
പോയല്ലോ എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ ചുമ്മാ ഭ്രാന്തായതൊന്നുമല്ല, ആ ചേച്ചി പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നോ, വിവാഹശേഷം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, 1 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഭ്രാന്തായത് എന്ന്. അതുപോലെ വിവാഹത്തിന് കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തായിരുന്നു, അത് സാധിച്ചു കൊടുക്കാത്തത് കൊണ്ടുകൂടിയാണ് മനപ്രയാസം കയറി ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കും. അന്നേരം എന്ത് വാഗ്ദാനം കൊടുത്തു എന്നാണ് നീ ഈ പറയുന്നത്, അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ വലിയ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്, കടങ്കഥയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, നമ്മളത് അങ്ങ് ആലോചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കിട്ടും, കുറേ പറയാനുണ്ട് എനിക്ക്, ഞാൻ ആ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുമ്പം പറയാം എന്ന് പറയും. എന്നിട്ട് ചിന്നുകുട്ടിയുടെ അടുത്ത് പോകുന്ന കാര്യം മാംചാനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ അവർ നേരെ ചിന്നുമോളുടെ അടുത്തോട്ട് ചെല്ലുവാണ്. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അങ്ങോട്ടേക്കൊരു സിസ്റ്റർ വരും. സിസ്റ്റർ ചിന്നുമോളിനെ കാണാൻ വന്നതല്ലേ എന്ന് ചോദിച്ച് ഇതിനു മുമ്പ് ചെന്നതാണല്ലോ, അതുകൊണ്ട് അവർക്ക് അറിയാമല്ലോ. ചിന്നുമോളിനെ അടുത്തോട്ട് കൊണ്ടുവരുവാണ്. ഈ സമയം ചിന്നുമോളും കൂട്ടുകാരും എല്ലാവരും കൂടെ ബോട്ടുണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോട്ടുണ്ടാക്കി അവിടെ ഒരു കുഞ്ഞ് ഫിഷ് ടാങ്ക് ഉണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടിടുന്നു. അതിനകത്ത് ഉറുമിന് പിടിച്ച് വയ്ക്കുകയൊക്കെ ആയിട്ട് കുഞ്ഞ് കളികളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇവർ ചെല്ലുന്നത്. അന്നേരം ഈ ബോട്ടിൻ്റെ അകത്ത് ഞങ്ങളെങ്ങടെ കയറ്റാവോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവർ ശ്രദ്ധിക്കുന്നത് ചിന്നുമോൾ. അന്തേക്കും രേവതിക്കുട്ടി ഓടിപ്പോയി കെട്ടിപ്പിടിക്കും. എന്നിട്ട് നിനക്കെന്നെ മനസ്സിലായില്ലേടി എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയും. അതുപോലെ ഗ്രേസിയമ്മയും മാമച്ചാനും ഒക്കെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അവരെയും മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. പറച്ചിലൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് നിനക്ക് മുട്ടായി വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറയും. അന്നേരം വണ്ടിയിലുണ്ട്, നമുക്ക് പോയി എടുക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ വണ്ടിയിൽ നിന്ന് മുട്ടായൊക്കെ എടുക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. കുറേ സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ, അതൊക്കെ എടുക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. പുറകെ ഗ്രേസിയമ്മയും മാമച്ചാനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ആ കവറുകളെല്ലാം എടുത്ത് ഒരെണ്ണം ചിന്നുമോളുടെ കയ്യിലും കൊടുക്കും, ബാക്കിയെല്ലാം കൊണ്ട് സിസ്റ്ററുടെ കയ്യിലോട്ട് കൊടുക്കും. എല്ലാവർക്കും ഉള്ളത് മേടിച്ചിട്ടുണ്ട് എന്ന് പറയും. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി പയ്യെ ഗ്രേസിയമ്മ തട്ടു. അന്നേരം ഗ്രേസിയമ്മ എന്നാന്ന് ചോദിക്കുക എന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ സിസ്റ്റർമാരോട് ചോദിക്കുവാണ്, ചിന്നുമോളെയും കൊണ്ട് അവരിന്ന് പുറത്ത് പോയിക്കോട്ടെ എന്ന്. അന്നേരം സിസ്റ്റർമാർ പറയുന്നുണ്ട്, അങ്ങനെ ആരെയും പുറത്ത് പറഞ്ഞ് വിടാറില്ല, അത് അവിടുത്തെ നിയമത്തിനെതിരാണ് എന്ന് പറയുമ്പം ഞാനല്ലേ ഇവിടെ കൊണ്ട് തന്നത്, അപ്പം ഞാൻ കൊണ്ടുപോയെന്നോർത്ത് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട്, അത് അന്നല്ലേ, പക്ഷേ ഇപ്പോൾ അവൾ ഇവിടുത്തെ കുട്ടിയല്ല, അതുകൊണ്ട് തന്നു വിടാൻ പറ്റില്ല എന്ന് പറയുമ്പം പിന്നെയും പറയുന്നുണ്ട് കേട്ടോ, ഇവളെ 3 വയസ്സ് വരെ വളർത്തിയത് ഞാനല്ലേ, ഒന്ന് വിടാവോ, കുറച്ച് നേരം കഴിയുമ്പോൾ കൊണ്ട് വിടാമോ എന്നൊക്കെ പറയുമ്പോഴേക്കും വേറെ നിവൃത്തിയില്ലാതെ സിസ്റ്റേഴ്സ് അത് സമ്മതിക്കുവാണ്. പെട്ടെന്ന് വന്നമെന്നും പറയുന്നു. നേരെ അവർ വണ്ടി കയറി പോകാൻ തുടങ്ങുവാണ്. ഭയങ്കര സന്തോഷത്തിലാണ്ടോ ചിന്നുമോളും രേവതിക്കുട്ടിയും. അവർ നേരെ പോയി വണ്ടിയുടെ പുറകെ കയറിയിരിക്കുന്നു. അന്നേരം എന്നും ഫ്രണ്ട് സീറ്റിൽ കയറുന്ന ഗ്രേസിയമ്മയും പുറകെ വന്നിരിക്കും. അന്നേരം രേവതിക്കുട്ടി ചോദിക്കും, ഇതെന്തിനാണ് പുറകെ വന്നിരിക്കുന്നത്, ഫ്രണ്ട് സീറ്റിൽ പോയിരിക്കുക എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുക, എനിക്കും കൊതിയുണ്ട് എന്ന് പറയുവാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അയ്യോ എനിക്ക് ഈ സാധനത്തിനെ ഞെക്കിപ്പിച്ച് അങ്ങ് കടിച്ച് തിന്നാൻ തോന്നുന്നു, എത്ര നാളായിട്ട് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നൊക്കെ മോളോട് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വണ്ടിയിലേക്ക് വന്ന് കയറുവാണ്. മാമൻചായൻ സിസ്റ്ററോട് പറയുന്നുണ്ട്, പെട്ടെന്ന് കൊണ്ട് വിട്ടേക്കാട്ടോ എന്ന്. മാമൻചായൻ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നോക്കുമ്പോഴാണ് ഫ്രണ്ട് സീറ്റിൽ ആളില്ല. അന്നേരം ചോദിക്കും, ഇതെന്താ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഡ്രൈവർ ആക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ ഞാൻ രാജാവാക്കിക്കോളാം എന്ന് രേവതി മറുപടിയും പറയുന്നുണ്ട്. ഏതായാലും അവർ അവിടുന്ന് വണ്ടിയെടുത്ത് പോവുകയാണ്. ഏതായാലും അവർ നേരെ പോകുന്നത് ഒരു ടോയ് ഷോപ്പിലേക്കാണ്. അവിടെ പോയി മോൾക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്താണ് കൊണ്ടുപോകുന്നത്. പക്ഷേ മോൾക്കൊന്നും വേണ്ട, ആകപ്പാടെ ഒരു കുഞ്ഞു പാവയെ മാത്രം മേടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുന്നു. അന്നേരം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, വേറെ നല്ല ടോയ്സ് ഒന്നും കിട്ടിയില്ലേ എന്ന്. അന്നേരം രേവതി പറയുന്നുണ്ട്, അവൾക്ക് ഇത് തന്നെ വേണമെന്നില്ലായിരുന്നു, അവൾക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം മോള് പറയുന്നത്, നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാം എന്നാണ് പറയുന്നത്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അതിനിപ്പം ആ ത്യാഗഭവനിലോട്ട് ചെന്നാൽ മതി, അവളുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെയാണ്, പുറത്തേക്ക് വന്നത് തന്നെ അവൾക്ക് വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്ത് ചുറുചുറുക്കോടെ ഓടിക്കളിച്ച് നടന്നത് എൻ്റെ ചിന്നുകുട്ടി, അവൾ ഇതുപോലെ അങ്ങ് മാറിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവിടുത്തെ സാഹചര്യം അതാണല്ലോ എന്നൊക്കെ ഗ്രേസിയമ്മയും പറയുന്നുണ്ട്. അങ്ങനെ ചിന്നുമോളുടെ കുറച്ച് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ അലീനെ കാണിക്കുന്നുണ്ട്. വൈജയന്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അലീനെ വീട്ടിൽ നിൽക്കുന്നത്, അതിൻ്റെ വിഷമവും അതുപോലെ ബാലേന്ദ്രനിലും ഒക്കെ ഒരു മാറ്റമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പം അലീനെ പറയുന്നുണ്ട്, മാഡം വിഷമിക്കണ്ട, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതിനിടയ്ക്ക് ബാലേന്ദ്രൻ്റെ റൂമിൽ അവരുടെ ആൽബം ഒക്കെ ഇങ്ങനെ തട്ടി താഴെയിട്ട് കിടക്കുമായിരുന്നു, അതൊക്കെ അലീനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് 1,87,000 രൂപ സാറ് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പം അന്നേരം വൈജയന്തിയുടെ വായിൽ നിന്ന് പുഴുത്ത വർത്തമാനമാണ് പറയുന്നത്. വൈജയന്തി പറയുക, അതിന് കോമ്പൻസേഷൻ എന്നല്ല പറയേണ്ടത്, വേറെ പലതുവാ പറയേണ്ടത് എന്ന്. ഏതായാലും അലീന ഇറങ്ങാൻ തീരുമാനിച്ചു. വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ഇവിടുന്ന് ഇറങ്ങണം എന്നല്ല ഞാൻ തീരുമാനിച്ചിരുന്നത്, ഇവിടെ വന്ന് എല്ലാം സഹിച്ച് ഒരു വേലക്കാരിയെ പോലെ നിന്നപ്പോഴും എൻ്റെ മനസ്സിൽ വേറെ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ വേറെ പലതും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അത് കേട്ടിങ്ങനെ അന്തിച്ച് നിൽക്കുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.